ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയും പ്രതിശ്രുത വരനെ വാഹനാപകടത്തിൽ നഷ്ടമാവുകയും ചെയ്ത ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കും. വയനാട് കളക്ടറേറ്റിൽ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ ശ്രുതി എത്തും. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ് നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്ന്. അനൂപ്, ഏറ്റവും സ്നേഹം നിറഞ്ഞൊരു കാഴ്ചയാണ് ശ്രുതി. നമുക്കറിയാം, വയനാടിൻ്റെ ഒരു നൊമ്പരമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ആ കുട്ടിയെ നമ്മൾ ചേർത്ത് നിർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി മുന്നോട്ടുള്ള ജീവിതത്തിൽ ശ്രുതിക്ക് വലിയൊരു കൈത്താങ്ങാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ആ സർക്കാർ ജോലിയിലേക്ക് ശ്രുതി ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. തീർച്ചയായും ആ വലിയൊരു ആഹ്ലാദത്തിലാണ് ശ്രുതി ഇപ്പോൾ ഉള്ളത്. റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് സർക്കാർ ജോലി നൽകിയിരിക്കുന്നത്. ശ്രുതിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്താണ് വയനാട് കളക്ടറേറ്റിൽ തന്നെ ശ്രുതിക്ക് ജോലി നൽകാനുള്ള ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ ശ്രുതിയെ വിളിക്കുകയും ശ്രുതിക്ക് ഈ വിധത്തിൽ സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ വിധത്തിലൊരു ആഗ്രഹം ശ്രുതി പ്രകടിപ്പിച്ചത്. വയനാട് വിട്ടുപോവാൻ ശ്രുതിക്ക് താല്പര്യമില്ല. ആ വിധത്തിൽ ഒരു വലിയ ശ്രുതിയുടെ വീടും അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ബന്ധുക്കളെയും മറ്റും വിട്ടുപോകുന്നത് ശ്രുതിക്ക് അത് അത്തരമൊരു വേദനയും ശ്രുതിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അതുകൂടി സർക്കാർ ഈ ഘട്ടത്തിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. നിലവിൽ ജോലി ചെയ്തിരുന്ന ഒരു ജോലി അവർക്കുണ്ടായിരുന്നു. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവർ. അവിടേക്ക് പോകാൻ തന്നെ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഘട്ടത്തിലാണ് ഈ സർക്കാർ അവർക്ക് ജോലി ചെയ്യുന്ന കാര്യമെല്ലാം പരിഗണിച്ചത്. അതിന് പിന്നാലെ ശ്രുതിക്ക് ജോലി നൽകുന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അത് യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ഇത്തരത്തിൽ കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ ഉൾപ്പെടെ ഈ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊള്ളുകയുണ്ടായി. ഏതായാലും ആ വിഷയത്തിൽ ഇപ്പോൾ ശ്രുതിക്ക് ജോലി നൽകുന്ന അല്ലെങ്കിൽ ജോലി പ്രവേശിക്കുന്ന വിധത്തിൽ വരെ അത്തരം നടപടികൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിലാണ് ശ്രുതിക്ക് കുടുംബാംഗങ്ങളെയും വീടുമെല്ലാം നഷ്ടമായത്. ശ്രുതി ആ ഘട്ടത്തിൽ കോഴിക്കോട് ജോലിയിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വലിയ അപകടത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായത്. ഇതിലെ ഏറ്റവും വേദനാകരമായ കാര്യം ഈ ദുരന്തത്തെ തുടർന്നെല്ലാം ശ്രുതിക്ക് ഒപ്പമുണ്ടായിരുന്നു, ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഒപ്പമുണ്ടായിരുന്നത് പ്രതിശ്രുത വരൻ ജെൻസൺ ആയിരുന്നു. ആ ഘട്ടത്തിൽ നാം എല്ലാം കണ്ടതാണ്. ജെൻസൺ ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നതും ആ ദുരന്ത കാലത്തെ അതിജീവിക്കാൻ അവർക്ക് പ്രേരണയാവുന്നതെല്ലാം നാം കണ്ടതാണ്. എന്നാൽ പെട്ടെന്നാണ് പിന്നീടുണ്ടായ ഒരു വാഹനാപകടത്തിൽ, അതിൽ ശ്രുതിയും ഉണ്ടായിരുന്ന ആ വാഹനാപകടത്തിൽ ജെൻസൺ മരണപ്പെടുന്നത്. ചികിത്സയിൽ മേപ്പാടിയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. തിരിച്ചു വരുമെന്ന എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കി ജെൻസൺ മടങ്ങുമ്പോൾ ശ്രുതി വീണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി. എന്നാൽ ഒരു കൂട്ടായ ശ്രമം ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് നേതൃത്വം സർക്കാർ നൽകുകയും ഉണ്ടായി. ഏതായാലും അതെല്ലാം ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ശ്രുതിക്ക് പുതിയ ജീവിതത്തിലേക്ക് കരുത്തായി സർക്കാർ പ്രഖ്യാപിച്ച ജോലി ഇന്ന് അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കും. ഇന്ന് ഒരു 10 മണിയോടുകൂടി കളക്ടറേറ്റ് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലെ റവന്യൂ വകുപ്പ് ക്ലർക്കായി ശ്രുതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നു. നമുക്ക് ഇനിയും ഈ വിധത്തിൽ ഒട്ടേറെ പേർക്ക് ഈ വിധത്തിൽ ആശ്രയവും ആശ്വാസമാവേണ്ട ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിധത്തിൽ ഒട്ടേറെ പരിശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇനി സ്ഥിര പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. 2 സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയെല്ലാം ചെയ്യുകയാണ്. ഏതായാലും ഇതിനിടെയാണ് ഒരു വലിയ ആശ്വാസമായി ശ്രുതി ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്നത്. അത് വയനാടിന്റെ തന്നെ ജീവനത്തിന്റെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ശ്രുതിയുടെ ഈ ഒരു പ്രവേശനം അത് ആ വിധത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ശരി, അനൂപാണ് വിവരങ്ങൾ